റിയൽ ലൈഫിൽ നിന്നും റീൽ വെളിച്ചത്തിലേക്ക് പരകായം ചെയ്ത മലയാളം സിനിമകൾ. ദേവാസുരം. ദേവനും അസുരനുമായി ജീവിതം ജീവിച്ചു തീർത്തൊരു മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിന്റെ ശക്തമായ ചലച്ചിത്ര ആഖ്യാനമായിരുന്നു ദേവാസുരം എന്ന 1993 പുറത്തിറങ്ങിയ IV ശശി ചിത്രം. ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ രഞ്ജിത്തിന്റെ സുഹൃത്ത് മുല്ലശ്ശേരി രാജുവിന്റെ ജീവിതമായിരുന്നു ദേവാസുരം എന്ന പേരിൽ ചലച്ചിത്രമായത്. ദേവാസുരം ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം മോഹൻലാലും രഞ്ജിത്തും സിനിമയുടെ കാസ്റ്റുമായി മുല്ലശ്ശേരി വീട്ടിലേക്ക് കയറി വന്നു. രാജുവേട്ടൻ കിടപ്പിലാണ്. അദ്ദേഹത്തെ സിനിമ കാണിക്കാനുള്ള വരവാണ്. സിനിമ കണ്ട ശേഷം ലാൽ ആവേശത്തോട് ചോദിച്ചു, "എങ്ങനെയുണ്ട് രാജുവേട്ട നീലകണ്ഠൻ?" "ലാലേ, നീ നന്നാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനേക്കാൾ മോശക്കാരനായിരുന്നടോ" എന്നായിരുന്നു മുല്ലശ്ശേരി രാജു എന്ന രാജഗോപാലന്റെ പ്രതികരണം. മലയാളം കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി ആ ജീവിച്ചത് ചരിത്രത്തിന്റെ ഭാഗമായി. സ്ഫടികം. ആടുതോമ എന്ന ഡ്രോപ്പ് ഔട്ട് കവല ചട്ടമ്പിയായി തിരിച്ചെത്തുന്ന കഥ ഭദ്രൻ ഒരാളുടെ ജീവിതത്തിൽ നിന്നും പകർത്തിയതാണ്. പാലായിലെ നല്ല കുടുംബത്തിൽ പിറന്ന് ചട്ടമ്പിയായി മാറിയ നോബിൾ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നിന്നും ഭദ്രന്റെ ജീവിതത്തിൽ നിന്നും ചീന്തിയ ചില മുഹൂർത്തങ്ങളുടെ ഭാവനാ തിരക്കഥാരൂപമായിരുന്നു മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ സ്ഫടികം. ഒരു CBI ഡയറിക്കുറിപ്പ്. പോളക്കുളം മർഡർ കേസ് എന്ന പേരിൽ കുപ്രസിദ്ധമായ പീതാംബരൻ കൊലക്കേസും അതന്വേഷിച്ച CBI ഓഫീസർ രാധാ വിനോദ് രാജുവിനെയും K. മധു, SN സ്വാമി ടീം മലയാളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു കുറ്റാന്വേഷണ സിനിമയാക്കി ചലച്ചിത്ര ഭാഷ്യമൊരുക്കി. ആ സിനിമ മലയാളത്തിലെ കുറ്റാന്വേഷണ സിനിമയുടെ തുടക്കമായിരുന്നു. സേതുരാമയ്യരും ടീമും പിന്നീട് പലതവണ മലയാളം സിനിമയുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയതിന് കാലം സാക്ഷി, ചരിത്രം സാക്ഷി. മദ്രാസിലെ മോൻ. തിരുവല്ലയിലെ മീന്തലക്കരയിൽ KC ജോർജും ഭാര്യ റൈച്ചൽ ജോർജും അകന്ന ബന്ധു റെനി ജോർജിനാലും കൂട്ടാളികളാലും കൊല്ലപ്പെട്ട സംഭവം അബ്രപാളിയിൽ മദ്രാസിലെ മോനായി പുനർജനിച്ചു. രവീന്ദ്രനും രവികുമാറും മോഹൻലാലുമൊക്കെയാണ് മദ്രാസിലെ മോനിലെ അഭിനേതാക്കളെങ്കിലും സംവിധായകൻ തമ്പി കണ്ണന്താനം ആദ്യമായി അഭിനയിച്ചതും സംവിധാന സഹായിയായി എത്തിയതും ഈ ചലച്ചിത്രത്തിലൂടെ ആയിരുന്നു. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. EMS സർക്കാരിന്റെ മുന്നിലെത്തിയ ആദ്യ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസായ പാലേരിയിലെ കൊലപാതകമാണ് പിന്നീട് TP രാജീവൻ പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന പേരിൽ മാതൃഭൂമിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച നോവൽ അതേ പേരിൽ രഞ്ജിത്ത് ചലച്ചിത്രവൽക്കരിച്ചതാണ് ബോക്സ് ഓഫീസിൽ കൊണ്ടാടിയ പാലേരി മാണിക്യം. ജീവിതത്തിന്റെ പകർച്ചയിൽ നിന്നും എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾ മലയാളത്തിൽ പിറവിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ പറയാൻ വിട്ടുപോയ അത്തരം സിനിമകൾ താഴെ കമന്റായി കുറിക്കുമല്ലോ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.